എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 2 റെസിപ്പിയാണ്. ഒന്ന് നല്ല നാടൻ തേങ്ങാച്ചോറാണ്. നല്ല ട്രഡീഷണൽ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് റോസ്റ്റിനുള്ള ബീഫ് വേവിച്ചെടുക്കാം. അതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. കുറച്ച് ചുവന്നുള്ളി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും. ഞാനിവിടെ 1/2 കിലോ ബീഫിനുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണോളമാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയുള്ള ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, സവോള, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം. ഇതിലേക്ക് ആവശ്യമുള്ള എരിവൊക്കെ ഇടണം. ഇനി പിന്നീട് നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പം ഞാനിവിടെ നല്ലതുപോലെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ചൊഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഈ ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ ബ്രൗൺ റൈസ് ആണ് എടുത്തിരിക്കുന്നത്, വടിമട്ടയുടെ. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാമെങ്കിലും ട്രഡീഷണൽ ആയിട്ട് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ബ്രൗൺ റൈസ് ആണ് എടുക്കുന്നത്. ഞാൻ ഇതുപോലൊരു കപ്പിന് 2 കപ്പാണ് എടുക്കുന്നത്. നമ്മൾ അരി എടുക്കുമ്പോൾ ഒരു അളവ് പാത്രം വെച്ചിട്ട് വേണം എടുക്കാൻ. എങ്കിലേ കറക്റ്റായിട്ട് അതിലേക്കുള്ള വെള്ളം കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിവിടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങാച്ചോറ് എപ്പോഴും നമ്മൾ തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് നേരം ഊറ്റി വെക്കണം. അതിലെ വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പണ്ടൊക്കെ മൺചട്ടിയിലൊക്കെയാണ് ഇത് തയ്യാറാക്കിയിരുന്നത്, മൺകലത്തിലൊക്കെ. അപ്പം നമ്മൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലൊരു പാത്രത്തിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ടും അടിച്ചെടുത്ത പാലാണ്. തേങ്ങാപ്പാൽ നല്ലതുപോലെ ചേർത്താലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് അളന്നൊന്ന് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ്. 3 ഇരട്ടി വെള്ളമാണ് വെക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരി എടുക്കുന്നത് കൊണ്ട് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 4.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ബാക്കി ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അളവ് നോക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ വിരലിൻ്റെ ആ ഒരു ഭാഗം വരെ വെള്ളം ഉണ്ടാകണം നമ്മളിങ്ങനെ ഇതിലേക്ക് കൈ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിനായിട്ട് കുറച്ച് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കുറച്ച് കറുവാപ്പട്ടയും കുരുമുളകും പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയുടെ. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊരു 5 മിനിറ്റോളം ഇത് തിളക്കുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേവിക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കേണ്ട, ഒരു ടേബിൾ സ്പൂണോളം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. എങ്കിലേ അരി നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പം അരിയെല്ലാം എന്താ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ആദ്യം കുറച്ച് ഇതുപോലെ ഒന്ന് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് റോസ്റ്റ്, ആ ബീഫ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചാറിലാവുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിപ്പോവും. ആ മസാലയെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റോളം ഇതുപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കളറൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് കറി, പിന്നെ പരിപ്പും പപ്പടവും അച്ചാറും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെരുന്നാളിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. എപ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ, ബൈ, താങ്ക് യു.